ഹായ്, ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് നമുക്കറിയാം നമ്മൾ KYC അതുപോലെ ആധാർ വെരിഫിക്കേഷൻ അതുപോലെ ഫേസ് വെരിഫിക്കേഷനൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പലർക്കും ഫേസ് വെരിഫിക്കേഷൻ ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു. ഒരുപാട് പേര് ചെയ്തിട്ട് അത് ഫെയിൽഡ് എന്നാണ് കാണിക്കണേ. ഫേസ് വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം അത് പിന്നെ മുന്നോട്ട് പോകുന്നില്ല, വെരിഫൈ എന്ന് കാണിക്കുന്നില്ല എന്നൊക്കെ ഒരുപാട് പേര് സംശയങ്ങൾ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് തന്നെ ഓരോരുത്തർക്ക് അറിയാം നിങ്ങൾ ആരൊക്കെ സംശയങ്ങൾ പറഞ്ഞിരുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഫേസ് വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ ഒരു ബെനിഫിഷ്യറിയുടെ ഫേസ് വെരിഫിക്കേഷൻ നിങ്ങളിപ്പോൾ അംഗനവാടിയിൽ വരുന്ന സമയത്തോ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോയിട്ടോ നിങ്ങൾ ഇന്ന് ചെയ്തു എന്ന് വിചാരിക്കാം. ഇന്ന് നിങ്ങൾ ഫേസ് വെരിഫിക്കേഷൻ ചെയ്ത് അപ്പം തന്നെ ചിലപ്പോൾ സക്സസ് എന്ന് കാണിക്കണമെന്നില്ല, അല്ലെങ്കിൽ അപ്പം തന്നെ നമ്മുടെ ഫേസ് വെരിഫിക്കേഷൻ്റെ സ്റ്റെപ്പിനകത്ത് വരണമെന്നില്ല. 2-3 ദിവസത്തിന് ശേഷം സക്സസ് ആവുന്ന ഒരുപാട് കേസുകൾ ഇപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ഒരുപാട് ടീച്ചേഴ്സ് വിളിച്ചിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ ഫേസ് വെരിഫിക്കേഷൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ചെയ്തതാണ്, എന്നിട്ട് ഇന്നലെ കയറി സക്സസ് ആയി എന്ന് പറഞ്ഞു. ഒരു ടീച്ചർക്ക് ഒരുപാടെണ്ണം ചെയ്തതൊക്കെ സക്സസ് ആയി. അപ്പോൾ സമയം എടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്കത് ഫെയിൽഡ് ആവുകയോ അല്ലെങ്കിൽ സക്സസ് ആവാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ പേടിക്കേണ്ട. കുറച്ച് കഴിയുമ്പോൾ അത് ഓക്കെ ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്കത് ഓക്കെ ആയോ എന്നുള്ളതും ഒരുപാട് പേർക്ക് സംശയമുണ്ട്. സംഭവം ചെയ്തു, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നോക്കുമ്പോഴാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ചെയ്ത് പിറ്റേ ദിവസം അത് ഓക്കെ എന്നറിയണം, അല്ലെങ്കിൽ 1-2 ദിവസം കഴിഞ്ഞിട്ട് ഓക്കെ എന്നറിയണം. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ചെയ്ത ഓരോ പ്രോസസ്സ്, ഇപ്പോൾ വെരിഫിക്കേഷൻ ആണെങ്കിലും ആധാർ വെരിഫിക്കേഷൻ ആയാലും ഫോൺ വെരിഫിക്കേഷൻ ആയാലും KYC ആൻഡ് ഫേസ് വെരിഫിക്കേഷൻ ആണെങ്കിലും അതൊക്കെ സക്സസ് ആയോ ഇല്ല എന്നുള്ളത് അറിയാനായിട്ടുള്ളൊരു മാർഗ്ഗമാണ് നമ്മൾ പറയണത്. അപ്പോൾ നിങ്ങളത് പൂർണ്ണമായിട്ട് കണ്ടോളൂ, കാരണം എന്നാലേ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ പോർഷൻ ട്രാക്കറിൽ പോവാം. പോർഷൻ ട്രാക്കറിൽ പോയിട്ട് നിങ്ങൾ ബെനിഫിഷ്യറിനെ എടുക്കുക. ബെനിഫിഷ്യറിനെ എടുത്തതിന് ശേഷം നമുക്ക് ആദ്യം പ്രഗ്നൻറ്റിൻ്റെ കേസ് നോക്കാം. ആദ്യം തന്നെ നമ്മൾ പ്രഗ്നൻറ്റ് വുമൺ എടുത്തു. അപ്പോൾ നമുക്കവിടെ ആദ്യത്തെ കൃഷ്ണ കേനെ അവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മളത് ക്ലിക്ക് ചെയ്യണം. പേരുമ്മ ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് എവിടെ ക്ലിക്ക് ചെയ്യണം, പേരുമ്മ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയാൽ ആളുടെ മൊബൈൽ വെരിഫിക്കേഷൻ പെൻഡിങ് ആണ് അവിടെ, കണ്ടില്ലേ? ആ മൊബൈൽ നമ്പറിൻ്റെ അപ്പുറത്ത് എന്ത് വന്നിട്ടില്ല, 2 പച്ചട്ടിക്ക് വന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങൾ വെരിഫിക്കേഷൻ ചെയ്യാൻ ബാക്കിയുള്ളതൊക്കെ പൂർത്തീകരിച്ചോളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് മുന്നോട്ട് പോകുന്ന സ്റ്റെപ്പുകളിൽ പല OTPs വരാനായിട്ട് ബുദ്ധിമുട്ട് വരും. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അവരുടെ ആധാർ കാർഡ് 4956 എന്ന് അവസാനിക്കുന്ന ആധാർ കാർഡ് വെരിഫൈഡ് ആണ്. കാരണം ആധാർ വെരിഫൈഡ് ആയാൽ മാത്രമേ നമ്മുടെ പോർഷൻ ട്രാക്കറിലേക്ക് ഇപ്പോൾ ബെനിഫിഷ്യറി കയറി വരുന്നുള്ളൂ, അല്ലാണ്ട് വരില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അത് നമുക്ക് എന്തായാലും ആവും, ഉറപ്പാണ്. ഇല്ലാത്തവരെ നമ്മുടെ ക്ലൗഡിനകത്ത് വരുള്ളൂ. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് ആധാർ മുന്നിൽ വെച്ച് നോക്കി എൻ്റർ ചെയ്യാം. ദെൻ ഫോൺ നമ്പർ വെരിഫൈഡ് അല്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ വെരിഫൈ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഫോൺ നമ്പർ അവിടെ വരും. നമ്മൾ അവരുടെ റിക്വസ്റ്റ് OTP കൊടുക്കും. റിക്വസ്റ്റ് OTP കൊടുക്കുമ്പോൾ ആ ഫോൺ നമ്പറിലേക്ക് ഒരു OTP പോകും, മനസ്സിലായ? ആ OTP നമ്മൾ ബെനിഫിഷ്യറിയോട് ചോദിച്ചുകൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അവിടെ എന്തായി, അപ്പോൾ ആ ഫോൺ നമ്പറിൻ്റെ അപ്പുറത്ത് എന്ത് വരും, 2 ടിക്ക് വരും. ഓക്കെ, 2 ടിക്ക് വരും, മനസ്സിലായ? ഇപ്പോൾ നമുക്കിവിടെ പിന്നെ നിങ്ങൾ നോക്കി, ഇവിടെ KYC ഫേസ് വെരിഫിക്കേഷനോ ഒന്നും വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ, അത് രണ്ടും ഈ ബെനിഫിഷ്യറിയിൽ ചെയ്തിട്ടില്ല എന്നർത്ഥം. നിങ്ങൾ മുകളിൽ നോക്കിയാൽ KYC ആൻഡ് ഫേസ് ക്യാപ്ചർ ഫോർ ദ ബെനിഫിഷ്യറി ആർ ഇൻകംപ്ലീറ്റ്. KYC ആൻഡ് ഫേസ് ക്യാപ്ചർ ഫോർ ദ ബെനിഫിഷ്യറി ആർ ഇൻകംപ്ലീറ്റ്, അതായത് അത് കംപ്ലീറ്റ് ആയിട്ടില്ല, അതായത് അത് ചെയ്യണം. ഇപ്പോൾ നമ്മൾ നോർമലി നിങ്ങൾ പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോയി ആ സ്റ്റെപ്പുകൾ ചെയ്ത് അവസാനിപ്പിക്കണം. ആ സ്റ്റെപ്പുകൾ ചെയ്ത് അവസാനിപ്പിക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും കാരണവശാൽ അത് സ്റ്റക്കായിട്ട് നിൽക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഫൈനൽ സബ്മിറ്റ് കൊടുത്തതിന് ശേഷം അപ്പോൾ തന്നെ ഇതിൽ വരുന്നില്ല എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഫെയിൽഡ് ആയെന്ന് വിചാരിച്ച് പേടിക്കേണ്ട. കുറച്ച് കഴിയുമ്പോൾ എന്താവും, ഓക്കെ ആവുന്നുണ്ട്. ഒരുപാട് പേരുടെ അങ്ങനെ ഓക്കെ ആയിട്ടുണ്ട്, എണ്ണം കൂടിയിട്ടുണ്ട് ഓക്കെ ആയിട്ട്, മനസ്സിലായ? ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരാളെ നോക്കാം. നമ്മൾ പൂജനെ ക്ലിക്ക് ചെയ്തു. നിങ്ങളിവിടെ നോക്കിയാൽ പൂജ എന്ന് പറഞ്ഞ ബെനിഫിഷ്യറിയുടെ എല്ലാ പ്രോസസ്സും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആ ടീച്ചർ, മനസ്സിലായ? ഈ പൂജയുടെ ഫോൺ നമ്പർ വെരിഫൈഡ് 2 ടിക്ക് കണ്ട നിങ്ങൾ, ഫോൺ നമ്പർ വെരിഫൈഡ് 2 പച്ചട്ടിക്ക് വന്നു. ആധാർ നമ്പർ വെരിഫൈഡ് 2 പച്ചട്ടിക്ക് വന്നു. KYC വെരിഫൈഡ് 2 പച്ചട്ടിക്ക് വന്നു. ഫേസ് വെരിഫിക്കേഷനും വെരിഫൈഡ്. ഈ 4 പ്രോസസ്സും ഇതുപോലെ പച്ച വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ 100% വിജയിച്ചു എന്നാണ് അർത്ഥം. അതായത് നിങ്ങൾ ചെയ്യാനുള്ള എല്ലാ വെരിഫിക്കേഷൻസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഓക്കെ ആയിട്ടുണ്ടെന്ന് അർത്ഥം, മനസ്സിലായ? പിന്നെ അവിടെ ഒരു റീക്യാപ്ചർ ഫേസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ കാണാം. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഫോട്ടോ എടുത്തതിന് ശേഷം എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾ അത് യൂസ് ചെയ്യണം, നമുക്കൊരു നിർബന്ധമില്ലാന്ന്. ഈ 4 കാര്യങ്ങൾ
1 2 3 4 4 ഡബിൾ ടിക്ക് ഉണ്ട് പച്ച. ആ 4 കാര്യങ്ങളും ഇതുപോലെ പച്ച കളറിൽ ഡബിൾ ടിക്ക് വന്നാൽ നിങ്ങളവിടെ വിജയിച്ചു, നിങ്ങളുടെ എല്ലാ പ്രവർത്തനം കഴിഞ്ഞു എന്നർത്ഥം. നമുക്ക് വേറെ ആളെ നോക്കാം. CGVS നോക്കി നോക്കാം. CGVSനും ഇവിടെ 4 കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ ടീച്ചർ നമ്മുടെ അടുത്ത് കഴിഞ്ഞ വെള്ളി ശനിയൊക്കെ ആയിട്ട് ഈ ഒരു ഫേസ് വെരിഫിക്കേഷനൊക്കെ ചെയ്തിട്ട് ആൾക്ക് വരുന്നില്ല എന്ന് ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു. ആൾക്ക് ഇന്നലെ ഇതുപോലെ ടിക്കായി ആളുടെ. അതുകൊണ്ടാണ് ഇപ്പോൾ ആൾക്ക് ഒരുപാട് പേര്, കുറേ ആൾക്കാരെ ടിക്കായിട്ടുണ്ടാവും. നമുക്കിനി ലാക്റ്റേറ്റീവ് മന്ത്രിലേക്ക് ഒന്ന് നോക്കാം. വർഷപ്രഭാകരൻ എടുത്ത് നോക്കാം. കണ്ട ഫുള്ള് വന്നു. ഫോൺ നമ്പർ, ആധാർ, KYC, ഫേസ് വെരിഫിക്കേഷൻ, ഇങ്ങനെ 4 ഈ ഡബിൾ ടിക്ക് വന്നാൽ അവിടെ ഉറപ്പിച്ചു നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി, നമ്മളവിടെ വിജയിച്ചു. ഉണ്ടാ നമുക്കിനി അതുപോലെ അടുത്ത കാറ്റഗറി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെ ചെയ്യാമെന്ന്. ഓരോ ടീച്ചർമാരും നിങ്ങളുടെ അതിനകത്ത് കയറിയിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കയറിയിട്ടൊന്ന് നോക്കുക ഇതുപോലെ വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഒരുപാട് പേർക്ക് ഇത് അറിയില്ല. ഇപ്പം നിങ്ങൾ കേൾക്കണ്ട, ഈ ടീച്ചർ ഒരുപാടെണ്ണം ശരിയായിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ 6 months to 3 year വരെ ഫേസ് വെരിഫിക്കേഷൻ ശരിയായി. അപ്പോൾ അത്രയും എണ്ണം അവിടെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവുകയാണ്. അതേ ഞങ്ങൾ വേറെ കുട്ടീനോട് നോക്കാം. ഇവിടെ ഈ കുട്ടിയുടെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇടയിൽ ഇങ്ങനെ ഉണ്ടാവുന്നു. അപ്പോൾ 100% നിങ്ങളുടെ ഫേസ് വെരിഫിക്കേഷൻ അപ്പോൾ ഒറ്റയടിക്ക് കഴിയണമെന്നില്ല. ഇപ്പോൾ ഇത് നോക്കിയാൽ ആധാറും ഫോൺ നമ്പറും വെരിഫൈഡ് ആണ്. അപ്പോൾ ഫോൺ നമ്പർ വെരിഫൈ ആവാത്തവർ ഫോൺ നമ്പർ നിർബന്ധമായിട്ട് വെരിഫൈ ആക്കി വെക്കണേ. അത് നിങ്ങൾ ഓരോരുത്തരും കയറി നോക്കുക. ജസ്റ്റ് നിങ്ങൾ ഓരോരുത്തരും കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ വെരിഫൈ ആയിട്ടുണ്ടോ? ഇത് ഫേസ് വെരിഫിക്കേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അതായത് ഈ ടീച്ചറുടെ ഏകദേശം ഒരു 80% ഫേസ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ വിരലുണ്ടാവുന്നത് മാത്രമേ എന്തുള്ളൂ, ഫേസ് വെരിഫിക്കേഷൻ ആവാത്തതുള്ളൂ. കണ്ട, ഇതൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഓൾട്ടർനേറ്റീവായിട്ട് അവിടെ നിന്ന് ഇവിടുന്ന് എടുത്ത് നോക്കിയത് കണ്ടില്ലേ. അപ്പോൾ അതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നിങ്ങളൊരിക്കലും തെറ്റരുത്. കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി ഓരോരുത്തരെ അതിനുള്ളിൽ പോയിട്ട് വെരിഫിക്കേഷൻ പൂർത്തീകരിച്ചിട്ടൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇൻ കേസ് നിങ്ങളിപ്പോൾ ഇന്നൊരു ചെയ്തൊരു പ്രവർത്തനം ഇന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്ന് തന്നെ അവിടെ വരണമെന്നില്ല, നാളെയോ മറ്റന്നാളോ ആയിരിക്കാം. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഇപ്പം നമ്മൾ ഈ പ്രഗ്നൻ്റ് വുമൺ നേരത്തെ എടുത്തു, പൂജ PP എടുത്തു. പൂജ PPയുടെ ഫേസ് ഈ പ്രോസസ്സൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ജസ്റ്റ് THRൽ പോയി നോക്കാം. പൂജയുടെ ഡെയിലി ട്രാക്കിങ്ങിൽ നമുക്ക് ഡെയിലി ട്രാക്കിങ്ങിനകത്ത് ഇതിനകത്തൊന്ന് പോയി നോക്കാം കേട്ടോ. THR/HSIM എടുക്കുക, പ്രഗ്നൻ്റ് വുമൺ എടുക്കുക. അവിടെ പൂജ ഉണ്ടായിരിക്കും, നോക്കിയോളൂ നിങ്ങൾ. കണ്ട, പൂജ PP. ആ പൂജ PPയുടെ THR ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. കാരണം ഈ ടീച്ചർ ഈ KYC ഫേസ് വെരിഫിക്കേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ THR ഇടാനുള്ള പേജ് വരും. അവിടെ 25 days കാണിച്ച് അതിനുശേഷം നമ്മൾ താഴെ സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യും. നമ്മൾ എല്ലാ മാസം ചെയ്യണതാണല്ലോ. അതിൽ കൃഷ്ണ എന്ന് പറയുന്ന ആളുടെ ഓൾറെഡി അവിടെ ഈ KYC ഫേസ് വെരിഫിക്കേഷൻ പെൻഡിങ് എന്ന് കാണിച്ചിരുന്നു. അതുകൊണ്ടാണ് അവിടെ THR ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ വന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇവിടത്തേക്കാൾ എളുപ്പത്തിൽ എവിടെ ചെയ്യാൻ ബെനിഫിഷ്യറിനകത്ത് പോയിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് കറക്റ്റായിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.